ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് തേർഡ് സെമസ്റ്ററിൽ പേപ്പർ 1ൻ്റെ പാർട്ടായിട്ടൊരു പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. ഒരു 20 മാർക്സിൻ്റെ പ്രാക്ടിക്കലാണ്. അതായത് 2 വാല്യൂ എഡ്യൂക്കേഷൻ്റെ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അത് സ്കൂളിലെ കുട്ടികൾക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാക്ടിക്കൽ. സ്കൂൾ ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടത്തിൽ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ലെസൺ പ്ലാൻ എടുക്കുന്ന പോലെ തന്നെ 2 ലെസൺ പ്ലാൻ, വാല്യൂ എഡ്യൂക്കേഷൻ്റെ 2 ലെസൺ പ്ലാൻ എഴുതി അത് സ്കൂളിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ 20 മാർക്സിൻ്റെ ഒരു പ്രാക്ടിക്കലാണ്. അപ്പം നമ്മുടെ പ്രാക്ടിക്കൽ 20 മാർക്സിൻ്റെ പ്രാക്ടിക്കലാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് 20 മാർക്സിന് ഡിസ്ട്രിബ്യൂഷൻ അതെങ്ങനെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അതിനകത്ത് നമുക്കിഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന വാല്യൂവിൻ്റെ റിലവൻസിനാണ് 4 മാർക്ക്. ഏത് വാല്യൂ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം ഹോണസ്റ്റിയോ പങ്ക്ച്വാലിറ്റിയോ അതല്ലെങ്കിൽ ഇന്നർ ഹാപ്പിനെസ്സോ പിന്നെ എന്താണ് അഡാപ്റ്റബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്, അങ്ങനെ ഏത് വാല്യൂസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിലവൻസിന് 4 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെസൺ പ്ലാൻ എഴുതുന്നതിന്, ലെസൺ പ്ലാനിന് നമുക്കൊരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് ഞാൻ ഇതിൻ്റെ കൊടുത്ത് ഷെയർ ചെയ്യാം. അത് കൃത്യമായിട്ട് ഞാൻ പറയാം എങ്ങനെ എഴുതേണ്ടതെന്ന്. അപ്പോൾ ആ ലെസൺ പ്ലാനിന് 5 മാർക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിന് ട്രാൻസ്മിഷൻ ഓഫ് വാല്യൂ, ആ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയേ എന്നുള്ളതിനൊരു 4 മാർക്ക്. പിന്നെ റിസോഴ്സസ് യൂസ്ഡ്, വീഡിയോസോ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലോ അതൊക്കെ യൂസ് ചെയ്യുന്നതിന് 4 മാർക്ക്. പിന്നെ റിഫ്ലക്റ്റീവ് ജേണൽ എഴുതണം. 2 വാല്യൂവിൻ്റെ ലെസനും കൂടെ ഒരു റിഫ്ലക്റ്റീവ് ജേണലിൻ്റെ എൻട്രി മതി. അതിന് 2 മാർക്ക്. പിന്നെ ആസ് യൂഷ്വൽ ടൈംലി സബ്മിഷന് 1 മാർക്ക്. അങ്ങനെയാണ് അതിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി അതിൻ്റെ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് അനുസരിച്ച് ലെസൺ പ്ലാൻ എഴുതുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാ സബ്ജക്റ്റുകാരും തമ്മിൽ. അപ്പോൾ വാല്യൂവിൻ്റെ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഒരു യൂണിഫോമിറ്റി, അതിൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ നോർമലി എഴുതുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ, നിങ്ങൾ എഴുതാറുള്ള നെയിം ഓഫ് ദി ടീച്ചർ, നെയിം ഓഫ് ദി സ്കൂൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത് നമ്മൾ എഴുതുന്ന കണ്ടൻറ് ഓവർവ്യൂ ആണ്. കണ്ടൻറ് ഓവർവ്യൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏത് വാല്യൂവിനെ കുറിച്ചാണോ ക്ലാസ് എടുക്കുന്നത് ആ വാല്യൂവിൻ്റെ ഒരു ഡെഫിനിഷനാണ് കണ്ടൻറ് ഓവർവ്യൂവിൽ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, നമ്മുടെ നോർമൽ ക്ലാസ് റൂമിൽ നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ വാല്യൂവിൻ്റെ ക്ലാസ്സിനും ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്, 1-2 ലേണിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് പ്രീവിയസ് നോളജാണ്. അത് കുട്ടികൾക്ക് എത്രത്തോളം ആ വാല്യൂവിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് നോളജ് എന്താണെന്ന് അവിടെ എഴുതാം. പിന്നെ നമുക്ക് ലേണിംഗ് സ്ട്രാറ്റജീസ്, അതാണ് നമ്മുടെ അടുത്ത ഹെഡിങ് വരുന്നത്. നമ്മൾ ഏതൊക്കെ ലേണിംഗ് സ്ട്രാറ്റജീസ് അവിടെ യൂസ് ചെയ്ത്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം യൂസ് ചെയ്തോ, അങ്ങനെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരുന്നു എന്നുള്ളത് അവിടെ എഴുതണം. പിന്നെ നമ്മൾ നമ്മുടെ പ്രോസസ് റെസ്പോൺസ് പാർട്ട്, നമ്മുടെ 2 കോളത്തിലേക്ക് വരുമ്പം അവിടെ ഒരു ഇൻട്രഡക്ടറി ആക്ടിവിറ്റി വേണം. ഇപ്പോൾ ഇൻട്രഡക്ടറി ആക്ടിവിറ്റിയിലൊരു മോസ്റ്റ് പ്രോബബ്ലി വാല്യൂ ആകുമ്പം ചിലപ്പോൾ നമ്മളൊരു സ്റ്റോറി പറഞ്ഞോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്റ്റോറി ആണോ വീഡിയോ ആണോ അങ്ങനെ എന്താണെന്നുള്ളത് ഇൻട്രഡക്ടറി ആക്ടിവിറ്റിയിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് 1-2 ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി മതി. അത് എന്തെങ്കിലുമൊക്കെ ചില ഇൻസിഡൻസ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് അവിടെ കൊടുക്കാം. പിന്നെ ഒരു ബ്ലാക്ക് ബോർഡ് സമ്മറിയും കൂടെ നമുക്കൊരു കോളത്തിൽ കൊടുത്താൽ നല്ലതായിരിക്കും. നമ്മുടെ ലെസൺ പ്ലാനിൻ്റെ ആ ഫോമാറ്റ് അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത 2 കാര്യങ്ങൾ നമ്മുടെ ലെസൺ പ്ലാനിനകത്ത് വരുന്നുണ്ട്. അതൊന്ന് റിഫ്ലക്ഷൻസ് ആണ്. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദാറ്റ് വാല്യൂ, അതായത് ആ വാല്യൂവിനെ കുറിച്ച് കുട്ടിയുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം. എന്നിട്ട് അവർക്ക് അങ്ങനെ ഒരു റിഫ്ലക്ഷൻ മനസ്സിൽ തോന്നാൻ നമ്മളൊന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിലേ അവർക്ക് ആ ഒരു റിഫ്ലക്ഷൻ വരുവുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ റിഫ്ലക്ഷനകത്ത് വൈ ഷുഡ് ഐ ഫൊർഗീവ് എ പേഴ്സൺ ഹു ഹർട്ട് മീ, അല്ലെങ്കിൽ വൈ ഫൊർഗീവ്നെസ് ഇസ് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് റിഫ്ലക്ഷൻസ് കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. പക്ഷേ നമ്മളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് നമ്മളാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ റിഫ്ലക്ഷൻസിൻ്റെ പാർട്ടിൽ അതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഉള്ളത് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ തീരുമാനങ്ങൾ അല്ലേ, നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കുന്ന പോലെ. അപ്പം വാല്യൂവിനെ കുറിച്ചുള്ള ഈ ഒരു ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുട്ടിയുടെ തീരുമാനം എന്താണെന്നാണ് റെസൊല്യൂഷൻ്റെ അകത്ത് വരേണ്ടത്.
അതും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയാലേ നമുക്ക് അവരെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവിടെ എഴുതേണ്ടത് റെസൊല്യൂഷൻസ് ആണ്. നമ്മൾ ഫൊർഗീവ്നെസ് ആണ് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ഹർട്ടിങ് അതേഴ്സ് ആൻഡ് മൈസെൽഫ്, അല്ലെങ്കിൽ ഐ വിൽ ഫൊർഗീവ് അതേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് റെസൊല്യൂഷൻസ് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാം. അപ്പോൾ അതാണ് റെസൊല്യൂഷൻ്റെ അവിടെ എഴുതേണ്ടത്. പിന്നെ ഉള്ളത് ഫോളോ അപ്പ് ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ചെറിയ ഫോളോ അപ്പ് ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെയാണ് ആ ഒരു ലെസൺ പ്ലാൻ എഴുതേണ്ടത്. നമ്മുടെ ഈ ലെസൺ പ്ലാൻ ഏത് റെക്കോർഡിൽ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ 302.1, അതായത് നമ്മുടെ കോർ പേപ്പറിൻ്റെ റെക്കോർഡ്, നമ്മൾ സ്കൂൾ പ്രൊഫൈലൊക്കെ എഴുതിയ ഒരു റെക്കോർഡില്ലേ, ആ റെക്കോർഡിലാണ് ലെസൺ പ്ലാൻ എഴുതേണ്ടത്. 2 ലെസൺ പ്ലാൻ എഴുതി നിങ്ങൾ റഫ് ഒന്നും എഴുതണ്ട. എനിക്കൊന്ന് ഫെയർ ആയിട്ട് തന്നെ എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഇപ്പോൾ ഒത്തിരി ലെസൺ പ്ലാൻസ് എഴുതി പ്രാക്ടീസ് ആയില്ലേ. അപ്പോൾ ഫെയർ ആയിട്ട് തന്നെ ആ റെക്കോർഡിലേക്ക് 2 ലെസൺ പ്ലാൻ എഴുതുക. അത് എൻ്റെ ടേബിളിലൊന്ന് സബ്മിറ്റ് ചെയ്യണം. ഞാനൊന്ന് സൈൻ ചെയ്യും. സൈൻ ചെയ്തിട്ട് അവിടുത്തെ നിങ്ങളുടെ മെൻ്റർ ടീച്ചറിൻ്റെ സൈനും കൂടെ മേടിച്ചിട്ട് വേണം ക്ലാസ് എടുക്കാൻ. 1-2 കാര്യങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ക്ലാസ്സിൽ തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരാമല്ലോ. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കാം, 7ലോ 8ലോ ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ക്ലാസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൻ്റെ ലെസൺ പ്ലാനും ക്ലാസ് ട്രാൻസ്മിഷന് മാർക്കുണ്ടോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരുടെയും ക്ലാസ് കാണാൻ വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ തന്നെയല്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടൈം ടേബിളിൻ്റെ ടൈമിലായിരിക്കുമല്ല നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴോ അങ്ങനെ എക്സ്ട്രാ ക്ലാസ് വരുമ്പോഴോ ഒക്കെ ആയിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം. 40 മിനിറ്റിൻ്റെ വീഡിയോ ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ്സ്, അതായത് കട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു പാർട്ട് ഒരു ലെസ് ദാൻ 5 മിനിറ്റ്സ് താഴെ വരുന്നൊരു വീഡിയോ മതി. നിങ്ങളത് അവിടെ ക്ലാസ് എടുത്തു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ഒരു ക്ലാസ്സിൻ്റെത് മതി കേട്ടോ. അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് സെൻഡ് ചെയ്യേണ്ട, ഞാൻ മാർക്ക് ഇടുന്ന സമയത്ത് ഞാൻ പറയാതെ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നിറഞ്ഞു പോകും അല്ലേ. അപ്പോൾ അത് ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യണം.